ഹലോ ഗൈസ്, വെൽക്കം ടു കാലി കേശാസ്. Let's talk about cinema. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റിൽ എപ്പിസോഡ് 2. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരെയും വികാരം, നമ്മുടെ വികാരം തെലുങ്ക് സ്റ്റാർ, തെലുങ്ക് സൂപ്പർ മെഗാ സ്റ്റാർ ജയ് ബാലയ്യ. പടം. പടത്തിന്റെ പേര് പറ. താക്കു മഹാരാജ്. ആ പേര് പറയുമ്പോഴേ ഇത് പൊങ്ങി. ഓക്കെ, താക്കു മഹാരാജ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബോബി കൊല്ലി. സോ ഈ പടം ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. ഈ പടത്തിനെ കുറിച്ച് ഇപ്പൊ ഓൾറെഡി എല്ലാരും സംസാരിക്കുന്നുണ്ട്. മറ്റേ റോസ്റ്റ് ഒക്കെ ചെയ്യുന്നവരെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം, അവർക്കിട്ട് തിരിച്ച് റോസ്റ്റ് ചെയ്ത മോനെ. വേറൊന്നുമല്ല, നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്ക് സന്തോഷം ബാലയേരെ കുറെ കാലത്തിന് ശേഷം ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഒരു മാസ് പടം എന്ന് തന്നെ പ്രതീക്ഷിച്ചു. ഈ പടം കാണാൻ മാസ് ആക്ഷൻ സ്ഥിരം ടെംപ്ലേറ്റ് ബാലയ്യ പടം തന്നെ നിങ്ങൾ കണ്ടോളൂ. പക്ഷേ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതാണ് കഥ, അതാണ് ഇതിന്റെ സ്റ്റാർ. ഒരു ബാല എന്ന് പറഞ്ഞ സ്റ്റാറിനെ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ കുറെ തെലുങ്കിലെ കുറെ പടങ്ങളുണ്ട്. ബാലയ്യ വരുന്നു, ഫൈറ്റ്, അത് കഴിഞ്ഞ ഒരു ഐറ്റം ഡാൻസ് അത് കഴിഞ്ഞ് കുറച്ച് മാസ് ഡയലോഗ് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹം കാണിക്കുന്ന ഒരു ചാരിറ്റി എന്തെങ്കിലും ഒരു സീൻ ഇതെല്ലാം ഈ പടത്തിലുണ്ട്. പക്ഷെ അതിനെങ്ങനെ പ്രസന്റ് ചെയ്തിട്ട് ആൾക്കാരെ കൊള്ളിക്കണം, അതിലാണ് കഥ. ഒരു സീൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചോ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചോ, എല്ലാ കഥയ്ക്ക് നിന്ന് കണക്ട് ആയി പോകുന്ന രീതി തന്നെ വെച്ചേക്കും. ഫസ്റ്റ് സീന് തൊട്ടങ്ങ് ആ ഫസ്റ്റിലാ തീരെ വളർന്ന് ആരാടാ നീ ആ സമയത്ത് ഒരു ലൈറ്റിങ്ങും ആ ഒരു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പടം ഫയർ ആണ്. സത്യം ഫയർ ആണ് പടം. അതാണ് ഡയറക്ടർ ആദ്യത്തെ ഒരു സീനിൽ പറഞ്ഞങ്ങ് വെക്കുക. പിന്നെ ഈ പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഉണ്ട്, എല്ലാം നോർമൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ ബാലയ്യ എന്ന് പറയുന്ന സ്റ്റാറിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം. ഇപ്പൊ ബാലയ്യ 10 പേരെ അടിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. 10 അല്ല 100 പേരെ അടിക്കും. പക്ഷെ അതിന് വേണ്ടിതാ ബാലയ്യ ഒരു 10 പേരെ അടി എന്നല്ല, ബാലയ്യ ഒന്ന് പ്രസന്റ് ചെയ്യും. ബാലയ്യ വരുവാണ്, വന്ന് നിന്ന് ഇന്ന് നമുക്കറിയാം ഇനി അവിടെ അടി നടക്കും. ചുമ്മാ അടി കാണാൻ വയ്യ, അയാൾ അടുത്ത സീൻ ഇടും, അടുത്ത് ബാലയ്യ എല്ലാം അടിച്ചു കഴിഞ്ഞതൊക്കെ ഇടും. പിന്നെ ഇന്റർവെല്ലിൽ തന്നെ മറ്റേ ബാലയ്യ നടന്നിങ്ങനെ വേണം, ആ കൊച്ചിങ്ങനെ നടന്നു പോയിട്ട് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് മോനെ ആ നേരത്തെ ഒരു പേര് ആ ബീജമൊക്കെ അടിച്ചൊരു വരവുണ്ട് ഇങ്ങനെ നടന്ന്. ആ ബീജിയമിന്റെ തുടക്കത്തിൽ ഒരു സൗണ്ട് ഒരു ബിൽഡ് ചെയ്തൊരു സാധനം വരും. അത് കേൾക്കുമ്പോഴേ നമുക്ക് വരട്ടെ ഗോഡ് മൂഡ് 2 മണിക്കൂർ പടമേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു 3 മണിക്കൂറൊക്കെ ആഗ്രഹിക്കും. സാധാരണ ഇങ്ങനെ പടമൊക്കെ ഞാനൊക്കെയാണ് ദൈവമേ ഒന്ന് എങ്ങനെയെങ്കിലും തീർന്നു പോടേ, ഇത് ബോറടി ചത്തുന്നു. 2 മണിക്കൂറുള്ളപ്പോൾ ആഗ്രഹം തീർന്നു പോയല്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതില് ബാലയ്യ ഒരു ചെറുപ്പക്കാരനായിട്ടല്ല അഭിനയിക്കുന്നത്. അത് സാറ്റിസ്ഫൈഡ് ആയി. സാധാരണ എല്ലാ പടത്തിലും ഒരു 25 വയസ്സുള്ള യൂത്ത് ചോക്ലേറ്റ് ബോയ്. ഇത് അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളെ മമ്മൂക്കയൊക്കെ ഒരു 40 വയസ്സായിട്ടുള്ള ഇപ്പൊ പുഴുവിലൊക്കെ ഒരു റോള്, അയാൾക്ക് ഒരു കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും ലുക്കും കാര്യങ്ങളും, അതേ ഫിസിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പാസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഫ്യൂച്ചറിൽ ഇപ്പൊ പ്രസന്റ് നടക്കുമ്പോഴും അതിനെക്കാട്ടി കുറച്ചും കൂടെ ഏജ് കൂടിയിട്ട് 5 to 7 years ഒക്കെ. പിന്നെ ബാലയുടെ നുള്ളിപ്പിതുക്ക് ഇച്ചിരി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതില്ല. അത് പിന്നെ തെലുങ്കന്മാർക്ക് വേണ്ടി കൊടുത്തെന്ന് പറയാം. അതെ, പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് അറിഞ്ഞത് ഞാൻ. എന്നാ മോനെ അതും കൂടെ അങ്ങനെ എടുത്ത് കട്ടിക്കളഞ്ഞ ഇനി ഇതില് വേറൊന്ന് പറയേണ്ടത്, ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റത്തെ സീൻ എല്ലാം ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് ഞാൻ മറ്റേ ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റിൽ ഒരു സീനുണ്ട്. അതായത് ഒരു കൊച്ചിനെ, ഇത് സ്പോയിലറാണ്, ഇത് സ്പോയിലർ വീഡിയോ ആണ്, അങ്ങനെ എല്ലാവരും കാണുക. പാസ്റ്റിൽ ഒരു കൊച്ചിനെ മറ്റേ ഇവര് കൊല്ലുമല്ലോ, വെള്ളം ചോദിക്കുമ്പോ ഇയാൾ മറ്റേ മൂത്രം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ബാലയ്യ വന്നിരിക്കും. അവിടെയാണ് ആക്ടറിനെയും അതേപോലത്തെ ഒരു മാസ് ഹീറോയിനെ രണ്ടും കൂടെ വെച്ചൊരു ബാലയ്യ പോയി ആ സ്റ്റെയറിൽ ഇരുന്നിട്ട് വിഷമത്തോടെ ഇങ്ങനെ വന്ന് ക്രോസ് വെച്ച് നിക്കും. വന്നിട്ട് അപ്പൊ അപ്പുറത്തെ അവൻ കടന്നിട്ട് പറയും വെള്ളം വേണം. ബാലയ്യ എന്താ ചെയ്യണത്, നിനക്ക് വെള്ളം വേണം. ഇതിനെ തൂക്കി എടുത്തിട്ട് അവിടത്തെ മറ്റേ പിന്നല്ല അവ അതിലും വലുതൊന്നും ഇല്ല. വെള്ളം വേണോടാ മറ്റേ RDX ആ കൊച്ചിന്റെ മാല ഒട്ടിച്ചവന് മൂക്കിടിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇമോഷണൽ കണക്ഷൻ.
ഒക്കെ ആ ഇമോഷണൽ കണക്ഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സീനായിരുന്നു. പിന്നെ ഇന്റർവെല്ല് മറ്റേ തീരെ ഇടയിൽ കൂടെ ബാലയൊരു വരവുണ്ട് ഓടിക്കൊണ്ട് 3 BGM ഉണ്ട് ഈ പടത്തില് മാസമായിട്ട്. ആ 3 BGMനെയും കൂടെ ഇന്റർവെല്ലിൽ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടൊരു പരിപാടിയാണ് തമന്റെ സംഭവം. ഇത് സത്യം ബോബി കൊള്ളി, തമൻ, ബലെ ഇവര് 3 പേരെയും ആരിലും ഒരാളെ ഒഴിവാക്കിയാൽ തന്നെ പടം കയ്യിൽ നിന്ന് പോയി. 3 പേരും കൂടെ വന്ന് ഒരു എന്താണ് ഒരു പരിപാടി സംഭവമാക്കി. ഇങ്ങനെ കാണാം, കണ്ടിരിക്കാം. ആ ഇന്റർവെല്ലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു ഇതുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം മറ്റേ എന്തോ ബോബി ഡിയോ അല്ലേ എന്റെ പടത്ത് അനിമലിന് കൊണ്ട് എന്തൊക്കെ കാണിച്ചു പോയി. സത്യത്തിന് അനിമലിന് പുള്ളി ഓക്കെ 4 സീൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അനിമലില്. ഇതില് നോക്കിക്കഴിഞ്ഞാ പുള്ളിക്ക് ഒത്ത എതിരാളി അത് ഇന്റർവെല്ലിൽ തന്നെ കാണിക്കും. പുലിയെ വേട്ടയാടുന്ന വേട്ടക്കാരൻ, റോയൽ വില്ലൻ. അത് ഇന്റർവെല്ലിൽ പറയുന്നുണ്ട് അവനെ കൊല്ലണമെങ്കിൽ അവിടെ നീയല്ല ഞാൻ ഉണ്ടാവണമെന്ന് പറയും. അവിടെ നായകനെ കുറെ പേര് ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ അടിയാറായി കിടക്കണ പോലെ ഇവിടെ ഇപ്പുറത്താണെങ്കിൽ ഇയാൾ ആ പുലിയെ കൊല്ലും. അത് ഒരു വൈൽഡ് ആനിമലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ആലോചിച്ചു വില്ലന്റെ പവർ എന്തുമാത്രം വലുതായിരിക്കുന്നു. അത് 2 സൈഡിലും സൈമൾട്ടേനിയസ്ലി കാണിക്കുമ്പോൾ നമുക്ക് അവരുടെ 2 പേരുടെയും പവർ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എടുത്ത് പറയേണ്ടത് തമൻ തന്നെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നവനും നിന്നവനും പോയ എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാലയ്ക്ക് പെർഫോമൻസ് ചെയ്യാനുണ്ട്. പിന്നെ ക്ലീഷ ഫ്ലാഷ് ബാക്കിൽ ഒരുമാതിരി ഒരു കഥ തന്നെ, പക്ഷെ അത് ഭയങ്കര ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് തീർത്ത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു മഹാനടനെ എന്ന് വെച്ചാൽ ഒരു ആക്ടറിനായാലും ഒരു സ്റ്റാറിനെ ആയാലും എങ്ങനെ പ്രസന്റ് ചെയ്യണം. ഈ തെലുങ്കിൽ ഇപ്പൊ അങ്ങനത്തെ പടമൊക്കെ ഭയങ്കര കുറവാണ്. സത്യം പറയല്ലോ റീസെന്റ് ഇതുപോലൊരു പടം ഞാൻ കണ്ടിട്ടുള്ളത് പേട്ട. പേട്ട ഫാൻ ബോയ് സംഭവം. നമുക്കിവിടെ ലൂസിഫർ, അവിടെ പേട്ട അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതേപോലെ ഒരു സാധനമാണ് ഇതും. വിജയുടെ മെർസല് അതുപോലെയൊക്കെ ഒരു ഐറ്റം ആണിത്. ഒരു സംഭവമാണെന്ന് നമുക്കറിയാം. അയാൾ എങ്ങനെ പ്രൈസ് ചെയ്യണം എന്ന് വെച്ചാൽ ബാലയേരി ഇതിനകത്ത് മുമ്പ് എന്തോന്ന് അഖണ്ഡ ഭഗവതേശ്വരി ഞാൻ കണ്ടിട്ടില്ല, കാണാൻ തോന്നിയില്ല. പിന്നെ മറ്റേത് കണ്ടേ അത് വീരസിംഹറെഡ്ഡി. അച്ഛൻ റോള് മാത്രമാണ് ബാലയേരി കറക്റ്റ്. അച്ഛൻ റോൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പടം അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ പിന്നില്ല. ഭഗവത് കേസരിയിൽ ചില ക്രിഞ്ച് സീനുകളും പിന്നെ ആ ഒരു ഫാക്ടറിക്കകത്തൊരു ഫൈറ്റ് ഉണ്ട്. അതിലൊരു ലോറി കൊണ്ടുവന്നിട്ടൊരു പരിപാടി. എന്റെ പൊന്നളിയാ കാണുന്ന ലോറിയൊക്കെ ആകാശത്തൂടെ പറക്കുന്ന ഒരു ഐറ്റം. എനിക്ക് കാണാൻ എനിക്ക് സത്യം പറയില്ല, എനിക്ക് ഇതിനെക്കാട്ടിലും പ്രതീക്ഷ ആ പടത്തിലായിരുന്നു ഭഗവത് കേസരി. കാരണം അതിന്റെ ഡയറക്ടർ ആയിരുന്നു അറിയുമോ, സംക്രാന്തിക്ക് വസ്തുനാമിന്റെ ഡയറക്ടറായിരുന്നു. അങ്ങേരെ ഡയറക്ടർ. നമ്മളിനി പറയേണ്ടത് തമന്റെ മ്യൂസിക്കിനെ കുറിച്ച്. തമൻ ഇതേപോലെ ഇനി ചെയ്യുമോന്ന് എനിക്കറിയത്തില്ല. ഇതിന് മേളില് പുള്ളി ചെയ്ത് ഇനി ഒരു പടം വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന സ്കെയിലായിരിക്കും താക്കും. അതിന് മേളിൽ പോയോ അതോ അതിന് താഴെ മാസം. എന്റെ പൊന്നോ, നമുക്ക് ഓരോ സീനിനും അടിക്കാൻ വേണ്ടി ബീറ്റൊക്കെ ഇട്ട് പൊളക്കം പോലെ വന്ന് നിൽക്കാൻ. അതുകൊണ്ട് കാറൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് വലിയ കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് തമന്. വലയ ഫാൻ ബോയ്സിന് എന്തായാലും ഒരു പടം അടിപൊളി പടമാണ്. ഇതൊരു ചെറിയ പോഡ്കാസ്റ്റ് ആണ്. നമ്മൾ മറ്റേ ഈ പടത്തിനെ കുറിച്ച് പറയണം തോന്നിയിട്ട് പറഞ്ഞു കുറെ കാലം നമ്മൾ ഇതിനെ കുറിച്ച് പറയണം. അപ്പൊ ഇന്നാണ് നമുക്ക് അതിന്റെ ഒരു വന്നൊരവസരം കിട്ടിയത്. നമ്മളത് പറഞ്ഞ് എപ്പം നോക്കിയാലും മാസടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് തമിഴ് റിലീസ് ഉണ്ടായിരുന്നു, ഒരാഴ്ച ഇവിടെ ഓടിയുണ്ട്. അന്നേരം ഒന്നും പോപ്പുലാരിറ്റി ആയില്ലായിരുന്നു. പക്ഷെ 2-3 പേരൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു പോയത്. നമുക്കിവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, എന്തോ ഉണ്ടായിരുന്നു. അതാ ഒരാഴ്ച ഓടിയിട്ട് പോയെന്ന്. സോറി, ഞാൻ നേരത്തെ ഡബില്ലായിരുന്നു. അതാണ് പ്രശ്നം. പോയി കണ്ട് മനസ്സിലാകണ്ട്. തിരുവനന്തപുരത്ത് ഏരിയസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞു ചതിക്കാതെ. കാന്താരൊക്കെ വന്ന സമയത്ത് ഏരിയസിലുണ്ടായിരുന്നു. അപ്പൊ ഈ പടമൊക്കെ ഇറങ്ങിയിരിക്കും. ഞാൻ തിരുവനന്തപുരത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ OTT വരട്ടെ എന്ന് പറഞ്ഞേനെ. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പരിപാടി. ജയ് ബലയ. അപ്പോ കൂടുതൽ പോഡ്കാസ്റ്റിന് വേണ്ടി നമ്മുടെ ചാനൽ കാലികേശ ഒന്ന് ഫോളോ അല്ല സബ്സ്ക്രൈബ് ഫോളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലൊക്കെ കാണും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ ഒഴിച്ച് ത്രെഡിൽ നോക്കിയാൽ കിട്ടും. ഫേസ്ബുക്കിൽ നോക്കിയാൽ ആക്റ്റീവ് അല്ലെങ്കിലും കിട്ടും. ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് കിട്ടും. നമ്മൾ എല്ലായിടത്തും കാണും. ഓക്കെ, ഡു ഫോളോ കാലികേജ. വിജയ് സിദ്ധു അല്ലേ? നമ്മൾ എണീറ്റ് പോകണം.